ഫോം ഔട്ടിൻ്റെ പേരിൽ അഭിഷേകിനെ മാറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ശേഷിക്കുന്ന നാളെ നടക്കുന്ന മത്സരത്തിൽ അഭിഷേക് ഡക്കായാലും സൂപ്പർ എയ്റ്റിലെ നിർണായക മത്സരത്തിൽ അഭിഷേകിനെ ഇറക്കും. കാരണം അത് അഭിഷേക് ഈ ചെറിയ കാലയളവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ട്രസ്റ്റുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 4 മത്സരത്തിലെ ഡക്കിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ രീതിയിൽ വിമർശിക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്കറിയാം ICC T20 റാങ്കിങ്ങിൽ ഇപ്പോഴും 1-ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. എല്ലാ ആഴ്ചയും റാങ്കിങ് വരുന്നുണ്ട്. നമ്മൾ വലിയ രീതിയിൽ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ 7 T20യിൽ 4 തവണയും 0-ന് പുറത്തായിട്ടുണ്ട്. ആ രീതിയിലൊക്കെ കണക്കുകൾ വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ 1-ാം സ്ഥാനത്തിൻ്റെ ഒരു ഇളക്കവുമില്ല. വീക്കിലി പ്രസിദ്ധീകരിക്കുന്ന പട്ടികയായിട്ട് പോലും. അത് അഭിഷേക് ഉണ്ടാക്കി വെച്ച ലെഗസിയാണ്. 2-ാം സ്ഥാനക്കാരുമായിട്ട് വളരെയേറെ പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് അഭിഷേക് ആ 1-ാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത്. അഭിഷേകിന് ഫോമിലേക്ക് എത്താൻ ഒരൊറ്റ മത്സരം മതി. അപ്പോൾ അതിന് മാനേജ്മെൻറ്റ് അഭിഷേകിന് പൂർണ്ണ പിന്തുണയാണ്, പൂർണ്ണ ലൈസൻസാണ് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു 1-2 മത്സര പരാജയത്തിന് പുറത്ത് അഭിഷേകിനെ മാറ്റുന്ന 6 മത്സരങ്ങളിൽ 4 ഡെക്കാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം ഇന്ത്യയുടെ അഭിഷേകിനുള്ള ഒരു പ്രിവിലേജ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ. നാളത്തെ മത്സരം എന്ന് പറഞ്ഞാൽ നാളത്തെ മത്സരത്തിലെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നാളെ തൽക്കാലം വേണമെങ്കിൽ മാറ്റി നിർത്താൻ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അതായത് വിശ്രമം അനുവദിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അഭിഷേകിന് അതല്ല, ഈ സമയത്ത് അതിൽ വേറെ സംഭവം. അഭിഷേകിന് ഇപ്പോൾ വിശ്രമം അനുവദിച്ച് കഴിഞ്ഞാൽ അഭിഷേകിന് കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാനുള്ള മത്സരങ്ങളും ഒന്നായിട്ടാണ് ഈ മത്സരത്തെ കാണേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കളി നടക്കുന്ന അഹമ്മദാബാദിലാണ്. ബാറ്റിങ്ങിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന പിച്ചാണ്. കഴിഞ്ഞ 5 T20യിൽ 4ലും അവിടെ 210-ന് മുകളിൽ സ്കോർ വന്നിട്ടുള്ള പിച്ചാണ് നൈറ്റ് മത്സരങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിഷേകിന് കുറേ കൂടി പ്രിയപ്പെട്ട പിച്ച് കൂടിയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ച്. അപ്പോൾ അഭിഷേകിന് നാളെ കൂടി അവസരം നൽകിയിട്ട് അഭിഷേകിനായ കോൺഫിഡൻസ് വീണ്ടും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 5 ദിവസത്തിനകം തന്നെ ഇന്ത്യയുടെ സൂപ്പർ 8 മത്സരങ്ങൾ നടക്കുകയാണ്. അത് ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. അത് നടക്കുന്നത് ഇതേ പിച്ചിലാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പിച്ചിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നാളത്തെ ഒരു നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നതെല്ലാം ക്രൂഷ്യൽ. നമുക്കറിയാം, അപ്പോൾ സൗത്ത് ആഫ്രിക്കയുണ്ട്, അതുപോലെ വെസ്റ്റ് ഇൻഡീസുണ്ട്, സിംബാബ്വെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നായിരിക്കും ഇന്ത്യയുടെ ഒരു ആ ഗ്രൂപ്പിലുണ്ടാവുന്ന ടീമുകൾ. 3 മത്സരങ്ങളും നിർണായകം തന്നെയാണ്. 2 മത്സരത്തിൽ എന്തായാലും വിജയിക്കണം. സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കയെ പോലെ മികച്ച ബൗളിംഗ് യൂണിറ്റുള്ള ടീമിനെതിരെ അഭിഷേക് ശർമ്മയെ പോലെയുള്ള ഒരാൾ ഫോമിലേക്ക് എത്തി ടോപ്പ് പീക്കിൽ കളിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ അഭിഷേകിനൊരു വിശ്രമം എന്തായാലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ തിലകിന് വിശ്രമം വേണമെങ്കിൽ അനുവദിച്ചേക്കാം. കാരണം അദ്ദേഹം ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഭിഷേകായാലും തിലകായാലും ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന താരങ്ങളാണ്. അഭിഷേക് വൈറൽ അണുബാധയൊക്കെ തുടർന്നുള്ള വിശ്രമത്തിലായിരുന്നു. തിലക് സർജറി തന്നെ കഴിഞ്ഞ് വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിക്കവറി ടൈമിലൊരു പ്രശ്നങ്ങൾ ഈ താരങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് അവർ വരുന്നത് ഒരു ബിലാറ്ററൽ സീരീസ് ഒന്നല്ല, ഒരു ലോകകപ്പ് പോലെ സ്വന്തം നാട്ടിലെ ലോകകപ്പ് കളിക്കുന്ന താരങ്ങളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ഈ 2 താരങ്ങളെ മാറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല.